അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ ഇന്ന് പറയുന്ന വിഷയം ഉണ്ടല്ലോ, ഇത് ലൈഫിലൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. സ്വർഗതുല്യമായൊരു ജീവിതം നയിക്കാൻ പറ്റും. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് കൂടുതലും ഇങ്ങനെ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, ഭാര്യയുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഭർത്താക്കന്മാർക്ക് വേണ്ടതൊന്നും പറയുന്നില്ല എന്നാണ്. അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഈ 3 ഒന്ന് ലൈഫിൽ കൊണ്ടുവന്നാലുണ്ടല്ലോ ലൈഫ് അങ്ങ് അടിപൊളിയാവും. ഭർത്താവ് നിങ്ങൾ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. ഇത് പരീക്ഷിച്ചിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ എന്ത് ഉറപ്പാണ്, എഴുതി വെച്ചോ. നമുക്കറിയാം, നമ്മൾ പലതവണ പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബജീവിതം യഥാർത്ഥത്തിൽ സമാധാനത്തിനുള്ളതാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലി തസ്കുനു ഇലൈഹ എന്നാണ്. നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. പക്ഷേ കല്യാണത്തിലേക്ക് കടന്നതിന് ശേഷം ഉള്ള സമാധാനം പോയി ഉസ്താദേ എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൂടുതലും. എന്താ അങ്ങനെ സംഭവിക്കണത്? ചില തിരിച്ചറിവുകളില്ലാതെ പോണതാന്നേ. അപ്പം ഇന്ന് ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ഭർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ 3 സംഗതികൾ നിങ്ങളൊന്ന് കൊടുത്തു നോക്കിയേ. നിങ്ങളെ താഴെ വെക്കൂല കെട്ടിയോൾ, തലയിൽ വെച്ചുകൊണ്ട് നടക്കും. എവിടെ വെച്ചുകൊണ്ട് നടക്കും? തലയിൽ വെച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടുപോയിട്ട് ഇതൊക്കെ ഞാൻ കൊടുക്കേണ്ടതാണ് എന്ന് പറയല്ല. എവിടെയാണ് എനിക്ക് ഫോൾട്ട് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി ലൈഫ് ഒന്ന് കളറാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് എന്താ? സപ്പോർട്ട് തന്നെയാണ്. സപ്പോർട്ട്. പിന്നെ ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ കെട്ടിയോന്, ഞാൻ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്, 3 നേരം തിന്നാനുണ്ടാക്കി കൊടുക്കും. ഇതൊന്നുമല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അതിന് വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളാണ് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജന്മന വിജയത്വരയുള്ളൊരു മനുഷ്യനാണ്. അവനിങ്ങനെ എപ്പോഴും വിജയം ആഗ്രഹിക്കുന്ന, വിജയം മാത്രം ഇഷ്ടപ്പെടുന്ന ചിന്താഗതിയിലൂടെയാണ് പുരുഷൻ്റെ സൈക്കോളജി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണമെന്ന് എല്ലാ പുരുഷന്മാരും കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിയോളെ കുറിച്ച് അവൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഇവളെന്നെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യും, ഇവളെനിക്ക് പ്രോത്സാഹനം തരും എന്നൊരു കോൺസെപ്റ്റ് എല്ലാ ആണുങ്ങളുടെ മനസ്സിലുണ്ടെന്നേ. അപ്പോൾ കെട്ടിയോന് ഇപ്പോൾ ഉദാഹരണം പറയാൻ, എടി നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ? നിങ്ങളെന്ത് തുടങ്ങിയാലും പൊട്ടുകൂട്ടാ, നിങ്ങളെ കൊണ്ട് പറ്റൂലിക്കാക്കാൻ നിങ്ങൾ വെറുതെയാണ് ഉണക്കമടലി വെട്ടിയടിക്കണോളേക്ക് അല്ലേ? സംഗതി അയാൾ തോറ്റുപോകും എന്നുള്ളത് നിനക്കറിയാമെങ്കിൽ ഇത് പറയേണ്ട രീതി അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നമുക്ക് തുടങ്ങാം. പക്ഷെ ഇന്നാലെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് പിന്നെ പറഞ്ഞാൽ മതി. ഒരിക്കലും നീ തോറ്റു പോകുന്നൊന്നും കെട്ടിയവനോട് പറയരുത്. നിങ്ങൾ തോറ്റുപോകും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങളത് ചെയ്ത് ആകെ ഇടക്ക് വെച്ചത് ഇങ്ങനെ ആക്കിക്കളയും. ഇത് പറയരുത് മക്കളെ. നിങ്ങളോട് വെറുപ്പാകും കെട്ടിയവനെ. ചില ഭാര്യമാരുണ്ട്, ഇപ്പോൾ ഭർത്താവ് പറയും, എടി നമുക്ക് ഇന്നാലിൻ്റെ ബിസിനസ് തുടങ്ങിയാലോ? അതുപോലെ നിങ്ങൾ എന്ത് തുടങ്ങിയാലും കണക്കാണ്. പകുതിക്ക് വെച്ചത് ഇട്ടുകൊണ്ട് പോകും, പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് നശിഞ്ഞു പോകും. അതിലും ഏതാ പൈസ വില പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. ഇങ്ങനത്തെ കെട്ടിയോളം ആദ്യം കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുക്കണം, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ? അല്ലെങ്കിൽ ചില വിരുദ്ധത്തികളുണ്ട്. നിങ്ങൾ ഭർത്താവ് ഇപ്പോൾ വലിയ കാര്യത്തിന് പറയായിരിക്കും, എടി ഇന്ന് എന്താ കമ്പനിയിൽ സംഭവിച്ചതെന്നറിയോ? എന്താണ് അതെ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? ശരി ഓക്കെ. വേറെ ചിലതുങ്ങളുണ്ട്. അങ്ങനെ വെച്ചാൽ, എടി ഇന്നോട് ബോസ് എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് ഭയങ്കര സ്ഥാനക്കയറ്റം കിട്ടാൻ പോണ്, പ്രൊമോഷൻ ലഭിക്കാൻ പോണ്. എന്നാ വായിക്കൊക്കെ ചോറിന്നാ ദറ്റടി കൊടുക്കണ്ടേ? ചോറെടുത്ത് വെക്ക, നീ ചോറിന് എന്താ കറിയെന്നാണോ ചോദിച്ചത്? അല്ലല്ലോ, അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവിടെ പറഞ്ഞെന്താ, അവൻ്റെ അവന് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവളെന്ത് പറയണം? വല്ലാത്തൊരു സന്തോഷം പ്രകടിപ്പിക്കണം, വേണമെങ്കിൽ ചേർത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തോ. അപ്പോൾ തൻ്റെ ഭാര്യ തന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം. നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് വെച്ചു, ഞാൻ ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ 24 മണിക്കൂറും ഇക്കാക്കാക്ക് വേണ്ടിയുള്ള ദുആയാണ്, ഞാൻ സുജൂദിന്ന് തല പൊക്കാറില്ല, സുജൂദി കിടന്നും അല്ലാതെയൊക്കെ കെട്ടിയവന് വേണ്ടി കരഞ്ഞു ദ്വാരക്കണ ആളാണ് ഞാൻ. ഒരു കാര്യമില്ല. അവനിതറിയാത്തിടത്തോളം ഒരു കാര്യമില്ല. അവനത് ഫീൽ ചെയ്യണം മക്കളെ. ഫീൽ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ജോലി അല്ലേ? വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയേണ്ടതാരാ? പുറത്തുനിന്ന് വരുന്ന ആളാണ്, ഇപ്പോൾ കെട്ടിയവനാണ്. അപ്പോൾ ആ നിലക്ക് എല്ലാ ടെൻഷനും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചിരിക്കാൻ പറ്റില്ല, സലാം പറയാൻ മറന്നുപോയി. ഇപ്പോൾ കെട്ടിയോള് തുറന്നുണ്ട്, വാല് തുറന്നുണ്ട്, ഒരു ചിരി പോലും ഇല്ല. നിങ്ങളുടെ അവിടെ പോയി കിടക്കായിരുന്നു, ഇപ്പം ചിരിക്കാൻ പോലും അറിയാൻ പാടില്ല. ഞാനിങ്ങനെ ഇരിക്കണം, ഞാൻ മാത്രം ചിരിക്കണം, ഞാൻ മാത്രം സലാം പറയണം.
ഇതൊന്നും ഒരാണും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പെണ്ണിൻ്റെ എപ്പോഴും പറയുന്നോണ്ടാട്ടോ പറയാത്ത. ഇനി വേണമെങ്കിൽ നമുക്കതൊന്നുകൂടെ പറയാം. ഇത് പുരുഷൻ്റെ വശമാണ് ഈ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവനെന്ത് ലോസ് സംഭവിച്ചാൽ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് സലാം പറയുന്നോളെ. ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ഇനി അവനെന്തെങ്കിലുമൊക്കെ ഒരു ലോസ്, ഒരു നഷ്ടം സംഭവിച്ചു, ഞാനന്നേ പറഞ്ഞാണ് നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. നിങ്ങൾ ചെയ്ത പൊട്ടൂന്ന് ഞാനന്ന് പറഞ്ഞല്ലേ. ഞാനൊന്ന് ഇങ്ങനെ, ചില താത്താന്മാരുണ്ട് പട്ടി പറയണത് പോലെ ഞാൻ പറഞ്ഞു. അങ്ങനെ പട്ടി പറയണത് പോലെ പറയണത് ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ളൊരു ചൊല്ലാണ്. ചില ആളുകളെ പട്ടി പറയണ പോലെ പറഞ്ഞു ഞാൻ അവനോട്. വേറെ എന്തൊക്കെ പറയണ പോലെ പറയുന്നത്, കെട്ടിയോള് പറയണ പോലെ പറഞ്ഞാൽ മതി. പട്ടി പറയണ പോലെ നിങ്ങൾ പറയണ്ട മക്കളെ. പട്ടി പറയണത് പോലെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ കെട്ടിയോള് പറയണ പോലെ പറഞ്ഞാൽ. ഞാനന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടൂന്ന്, നിങ്ങൾ ചെയ്താൽ ശരിയാവില്ലെന്ന് അതൊന്നും പറയരുത്. ആ തോറ്റു നിൽക്കുന്ന സമയത്ത് അവനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് സാരല്ലേ കാക്ക, ഇത് ഒരു തവണയില്ല, അതൊക്കെ സ്വാഭാവികമാണ്, ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ കാക്ക ഉയർന്നു വരുന്നേ, കാക്ക അതിനുള്ള സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിരിയേറ്റി കൊടുത്തു നോക്കിയേ. അവൻ ഇതിങ്ങനെ കൊണ്ടു കിടക്കും കെട്ടിയോളെ. നിങ്ങളതൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്മാരെ. നിങ്ങൾക്ക് ഇതൊക്കെ വേണം, താനും സപ്പോർട്ട് കൊടുക്കുകയില്ല. ഞാൻ 24 മണിക്കൂറും ദുആയിലാണ്. അവിടെ നിൽക്കട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ട് ഓടി വരുന്നൊരു ഒരു ഘട്ടമുണ്ട് അല്ലേ? നിങ്ങളോട് ആരാണ് ഇപ്പോൾ മലയുടെ മേളിൽ കയറാൻ പറഞ്ഞത് എന്ന് ചോദിച്ചോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ? ഇല്ല. പിന്നെന്താ പറഞ്ഞ്? ആ മുത്തിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പുതപ്പിട്ട് മൂടിക്കൊടുത്തിട്ട് ഖദീജ എന്ന പെണ്ണിൻ്റെ ഇളം ചൂടുള്ള മേനി കൊണ്ടും പുതപ്പിച്ചിട്ട്, എൻ്റെ ഹബീബ് പേടിക്കണ്ട കേട്ടോ, എൻ്റെ ഹബീബിനെ അല്ലാഹ് പാഴാക്കൂല, അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, അങ്ങേ അല്ലാഹ് കൈവിടൂല. ഒരു ഭാര്യ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും മനോഹരമായ വാക്ക് പഠിപ്പിച്ചു തരുന്ന സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണ്? അവർക്ക് എപ്പോഴും കെയറിങ് വേണം. അവർക്കിങ്ങനെ കെയർ ചെയ്ത് കെട്ടിയും പിന്നാലെ നടക്കണം. എന്നാൽ ആണുങ്ങൾക്ക് എപ്പോഴും കെയറിങ് ഒന്നും വേണ്ടാന്നേ. 2 സമയത്ത് മതി. ഒന്ന് അവൻ തോറ്റ് നിൽക്കുന്ന സമയത്ത്, മറ്റൊന്ന് അവൻ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത്. തോറ്റ് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളോട് ഒന്ന് പറഞ്ഞാണ് ഇത് ചെയ്യേണ്ട, അങ്ങനെയല്ല. അവനൊന്ന് ചേർത്ത് പിടിക്കും. ഇത് അവൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്, അത് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോകും. അങ്ങനെയൊക്കെയാണ് ഈ അവിഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഭയങ്കര സ്നേഹമാണ്, ഞാൻ അങ്ങനെ ചെയ്ത് ഇതൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റി വെക്ക്. അവന് വേണ്ട സമയത്ത് നീ കൊടുക്കേണ്ടത് കൊടുത്തു എന്നുള്ളതാണ്. വേണ്ട സമയം എപ്പോഴായിരുന്നു? ഒന്നവൻ തളർന്നിരിക്കുമ്പോൾ, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തോറ്റു നിൽക്കുമ്പോൾ. മറ്റൊന്ന് എപ്പോഴാണ്? അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ. അവനിങ്ങനെ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ, എൻ്റെ മോൾ ഇവിടെ ഒന്നിരുന്നേ, ഞാനവിടെ ഒന്നിരുന്നാൽ പിന്നെ അടുക്കളയിലെ പണി ആര് നോക്കും? നിങ്ങൾ പോയി ചെയ്യോ? നിങ്ങൾ ഇങ്ങനെ വയ്യാണ്ട് കിടക്കട്ടെ, ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടത്? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇവളെന്താ ചെയ്യണ്ടത്? അടുക്കളയിലേക്ക് പോവാൻ മക്കളെ. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ അവന് ലഭിക്കണം, ലൈഫ് സെറ്റാവും. അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് അല്ലേ? അവക്കടെ കെട്ടിയവനൊക്കെ നോക്ക്, എത്ര സൂക്ഷിച്ചാണ് അങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ചെയ്യണത്. എനിക്കൊണ്ടൊരു കെട്ടിയോ പറയരുത്, പിന്നെ നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് വാപ്പാടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും വാപ്പാടെ സ്വഭാവമാണ് കിട്ടിയേക്കണത് പിള്ളേർക്ക്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവനെ മക്കളുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കുക. ഈ സംഗതികളൊക്കെ ഭർത്താവ് വെറുക്കാൻ കാരണമാവേ. പിന്നെ കൂടെ ഒരു ജീവച്ചവം പോലെ ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സപ്പോർട്ടങ്ങ് വാരിക്കോരി അങ്ങ് കൊടുത്തേക്ക്. മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത്തെ അച്ചീവ്മെൻ്റ് ആണ്. അതായത് ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പെണ്ണിന് വേണ്ടി, പെണ്ണിൻ്റെ പ്രേമത്തിന് വേണ്ടി, പെണ്ണിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊക്കെ. അത്രയും പുരുഷനത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നു എന്നുള്ളത് ഭർത്താവിന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ മിടുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ചില ഘട്ടങ്ങളിലൊക്കെ പുരുഷൻ അവന് ഭയങ്കര ടെൻഷനായിരിക്കും. അതായത് പുരുഷൻ പെട്ടെന്ന് കരയൂല. അവൻ്റെ മുഴുവൻ സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ആർക്കാ? ആണിനോ പെണ്ണിനോ? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് ആരാ? പുരുഷന്മാരാണ്. പെണ്ണുങ്ങൾ വളരെ വളരെ വിരളം. നിങ്ങൾക്ക് അത്ര ടെൻഷനില്ല, നിങ്ങൾ കരഞ്ഞത് തീർക്കും. പുരുഷന് കരയാൻ പറ്റൂല. ഭൂരിഭാഗം പുരുഷന്മാരും അങ്ങനെ പൊട്ടിക്കരയൂല. അവരുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്. അപ്പം മുഴുവൻ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവനൊന്ന് പറയണം, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഇച്ചിരി നേരം, എനിക്കൊരു ഇച്ചിരി നേരം സൗകര്യം എന്താന്ന് പറയുമ്പോൾ ഇപ്പൊ ഒറ്റക്ക് വല്ലോളും മനസ്സിലിരിപ്പുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ തലയിട്ട് നോക്കും, പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന, എന്നിട്ട് തലയിട്ട് നോക്കിയിട്ട് ഫോണിൽ എന്താണ് ആരോടെങ്കിലും ചാറ്റ് ചെയ്യണം. ഈ സ്വഭാവം നിർത്തണം. അവൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, കുറച്ചൊരു ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. നിങ്ങൾക്കിപ്പോൾ എന്താ തടസ്സം? അത് പുരുഷൻ്റെ പ്രകൃതിയാണ്. അതായത് അവന് നിരന്തരം ഇങ്ങനെ പിന്നാലെ നടന്ന് വിളിക്കണത്, പിന്നാലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു പോണത് ഭൂരിഭാഗം പുരുഷന്മാർക്ക് ഇഷ്ടമല്ല. സ്ത്രീ നേരെ തിരിച്ചു വേണം.
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം അവനെ തിരിച്ചറിയണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അവനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യമായി അവന് ഫീൽ ചെയ്യണം. മൂന്നാമത്തേത് എന്താണ്? അത് സെക്സ് തന്നെയാണ്. എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സെക്സ് ഓയിലിയർ. ആ ചില കാക്കാന്മാർ. എന്താ ഇതിന് കാരണം? ഇയാൾ സെക്സ് കുറയുന്നു, ലൈംഗികത. ഞാൻ എന്താണ് പറഞ്ഞത്? ഇസ്ലാം അനുശാസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട ചില ടിപ്സ്, സൈക്കോളജിക്കൽ വിഷയങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഈ സെക്ഷൽ ലൈഫ് ഹാപ്പി അല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭാര്യ ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇനി മെനപ്പോസും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ ചിന്തിക്കണത്, എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. അല്ലല്ല, പുരുഷന് ഇൻസ്റ്റൻ്റായിട്ട് സെക്സ് വരും, പെട്ടെന്ന് വരും, പെട്ടെന്ന് വൈകാരികത വരും, പെട്ടെന്ന് അങ്ങ് പോകും. സ്ത്രീക്ക് വൈകാരികത പെട്ടെന്ന് വരില്ല, പതിയെ വന്ന് പതിയെ പോവുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വൈകാരികതയെ ഉൾക്കൊള്ളാനും പരസ്പരം മനസ്സിലാക്കാൻ. ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാലും പരസ്പരം ചോദിക്കണം, നിനക്ക് തൃപ്തിയായോ, അത് തൃപ്തിയായോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാളുടെ തൃപ്തി മാത്രമാണെങ്കിൽ ആ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. രണ്ടുപേരുടെയും തൃപ്തി നിർബന്ധമായിട്ടും തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പുരുഷൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ, അവനിഷ്ടപ്പെടുന്ന നിന്നിൽ അവന് ആഗ്രഹിക്കുന്ന ചില ഡ്രസ്സുകളും ചില രൂപങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ അനുകരിച്ച്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ അത്തരം ഡ്രസ്സൊക്കെ വിയർ ചെയ്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സ്വർഗ്ഗാക്കിയത് മാറ്റണം. 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി എന്തുകൊണ്ടാണ് പിള്ളേരൊക്കെ ആയില്ലേ, പിള്ളേർ വലുതായി, പേരക്കുട്ടി, അതിനെന്താണ്? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ജീവിതം കൊണ്ട് നാശത്തിലേക്ക് എത്തിക്കുന്നേ. എനിക്ക് പരിചയമുണ്ട് 93 വയസ്സുള്ളൊരു ഉപ്പാപ്പ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു മുമ്പ്. 93 വയസ്സുണ്ട്. മൂപ്പർ എന്നോട് പറയും വയ്യാണ്ട് കിടക്കണം. മൂപ്പർ 2 വിവാഹം കഴിച്ചു. അതായത് ആദ്യ ഭാര്യ മരണപ്പെട്ടു, 2ാമത് വിവാഹം കഴിച്ചു, 2ാമത്തെ ഭാര്യ മരണപ്പെട്ടു. ഇപ്പോൾ 93 വയസ്സ് ഏതാണ്ട് മരണശയ്യയിൽ കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഇവന്മാർ സമ്മതിക്കണ്ടേ, മക്കൾ സമ്മതിക്കണ്ടേ എന്നാണ്. അപ്പോൾ ചില പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യണം? അവൻ്റെ ആഗ്രഹം ഒരിക്കലും തീർന്നു പോകുന്നില്ല, സെക്ഷൽ ഇൻ്റർകോഴ്സ് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ ഭാര്യ എന്ത് ചെയ്യുക? അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർ രണ്ടുപേർക്കും പരസ്പരം സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ലൈഫിലൊന്ന് അനുവർത്തിച്ച് നോക്കിയേ, ലൈഫ് കളറാണ്. ഇനി ഇത്തരം സൈക്കോളജിക്കൽ വിഷയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറയണം കേട്ടോ. നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അള്ളാഹു ജീവിതം മനോഹരമാക്കാൻ, കളറാക്കാൻ തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.